നമ്മളും ഔലിയാക്കളും വ്യത്യാസം എന്താ? നമ്മൾ വിചാരം ആകാശത്ത് മരക്കേട് വന്നിട്ട് ഈ ഹമാക്കത്തിന്റെ അവിടേക്ക് മാനിട്ടിരിക്കണം. ഈ പുറുപുറുകൾ ഏതുപോലെയാണെന്ന് എന്നാൽ ഇന്ന് നമ്മളെ പോലത്തെ പുറുപുറുകള് ഏതുപോലെയാണ്? ഞാൻ കണ്ണ് കെട്ടിയിട്ട് ആസുകല്ലിന്റെ ചുറ്റും ഒരു കൈതയെ നടത്തിച്ചതുപോലെയാണ്. കണ്ണ് കെട്ടി എന്നിട്ടോ ഒരു ചക്കിനിട്ട് കെട്ടി ആരെ? കൈത കണ്ണെട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ തൊളിച്ച് വേക്കുന്നു. അപ്പൊ കൈത ഇങ്ങനെ നടന്ന് മണിക്കൂറുകൾ എമ്പാടും നടന്നപ്പോൾ കൈതാലോചിച്ച് ഞാൻ ഇപ്പൊ എവിടെയോ എത്തി. നമ്മളെ പോലത്തെ പുറുപുറു ആള് എവിടാണോ തുടങ്ങിയത് അവിടെ തന്നെ എന്തേ സവ്വത്തുക്ക വാങ്കാത്തുക്ക നടന്നിട്ടില്ല. അന്വേഷണമാണ്. നമ്മളെ കാര്യം മുഴുവനും കൂടി അല്ലാണ്ട് ഏറ്റെടുക്കാവോ? അല്ലാതെ പറ്റുമോ? കുറച്ചറിയാം കുറച്ച് നമ്മളൊക്കെ ആയിട്ട് UDF ലീഗ് ഒറ്റക്കൊല്ല, കോൺഗ്രസ് ഒറ്റക്കൊല്ല. ലീഗിനെ കൊണ്ട് ഒറ്റക്ക് നടക്കില്ല, കോൺഗ്രസിനെ കൊണ്ട് ഒറ്റക്ക് നടക്കില്ല. അല്ലെങ്കിൽ LDF മോഡൽ അല്ലാച്ചെടുക്കൽ, CPM ഒറ്റക്ക് നടക്കില്ല, CPI ഒറ്റക്ക് നടക്കില്ല. എല്ലാം കൂടി കൂടിയിട്ട് അതേമാതിരി നമ്മൾ കുറച്ചൊക്കെ കൂടി ഒരു UDF ഒരു LDF എന്താണ്? അല്ലാതെ എന്ത് പുറുപുറു? ബാബാ മുതുകുന്ന എന്ത് പുറുപുറു? അത് ബാബാ മുതുകുന്ന പുറുപുറാണ് മൗലിയരെ. ബാബാ മുതുവിന്ന് കൊത്തുവായി വന്നോവര് ബാണം മാതേളിയിലും കേളി മികച്ചോവർ. അതൊരു പുറുപുറാണ്. പിന്നെ ഇവിടെ ഇപ്പൊ ഇയാള് പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഒരു വയലാത്രേ, ഇയാളൊരു പണ്ഡിതനാത്രേ. എന്താണ് പുറുപുറു? പുറുപുറു എമ്മാരി ഇൽമില്ലേ, കൊല്ലാത്ത ജാതി. പ്രിയമുള്ളവരെ, ഇതാണ് ചില ആളുകളുടെ അവസ്ഥ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ ഒരു വിഭാഗം പറയുന്നത് മുഴുവൻ തെറ്റാണ്. അവര് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും അടിസ്ഥാനമാക്കിക്കൊണ്ട് അത് മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോ അതിനെ എതിർക്കാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ട ചില പാഴ്ജന്മങ്ങള് അതുപോലെയുള്ള ഒരു സാധനമാണിത്. ഇതിന്റെ പലതരത്തിലുള്ള വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ വീഡിയോകൾ കാണിക്കരുത് എന്നാണ് പല ആളുകളും റിയാക്ടിംഗ് വീഡിയോസിലൊക്കെ കമന്റ് ചെയ്യാറുള്ളത്. ഈ വീഡിയോ ഒരു തവണ റിയാക്ടിംഗ് വീഡിയോസ് എന്ന ചാനലിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും മൊയ്തീൻ കാലിക്കറ്റ് ഇതൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അപ്പൊ പിന്നെ അതിനെക്കുറിച്ചൊന്ന് പറയുക എന്നുള്ളതാണ്. ട്രൂത്ത് ആൻഡ് മിത്തിലാണ് ഇതെന്ന് ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ചാനലിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ കാണിക്കും. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു മെസ്സേജ് ഉള്ള ഏതെങ്കിലും വീഡിയോ ആയിരിക്കും. ആ വീഡിയോ ആരാണ് അതിൽ സംസാരിക്കുന്നത് എന്നുള്ളത് വിടുക. ആ വ്യക്തിക്കല്ല അവിടെ പ്രാധാന്യം. ആ വ്യക്തി പറയുന്ന കാര്യങ്ങള് അതിൽ വല്ല സത്യാവസ്ഥയും ഉണ്ടോ? അദ്ദേഹം അവിടെ പ്രതിപാദിക്കുന്നത് ഖുർആനിനും തിരുസുന്നത്തിനും വിരുദ്ധമല്ലാത്ത കാര്യങ്ങളാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇത് പറഞ്ഞപ്പോ തന്നെ ഊഹിക്കാവുന്നതാണ്. ബാക്കിൽ ചെറിയൊരു വീഡിയോ ചേർക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലെയുള്ള പുറുപുറുക്കൽ കേൾക്കുന്നതിനേക്കാൾ നല്ലതാണ് തൗഹീദ് പറയുന്നവരുടെ സത്യസന്ധമായിക്കൊണ്ട് ഹറാം എന്താണെന്ന്, ശിർക്ക് എന്താണെന്ന്, വിദഅത്ത് എന്താണെന്ന് നമുക്ക് വിളിച്ചു പറഞ്ഞു തരുന്ന ദായിമാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക എന്നുള്ളത്. ഒരു ചെറിയ പ്രഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. എല്ലാവരും കാണുക. അള്ളാഹുവിന്റെ അനുഗ്രഹം എല്ലാവരിലും വർഷിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ സഹോദരന്മാരോടത്ത് എല്ലാവരുടെ അടുത്തും പരിശുദ്ധ റമദാനാണ്, ദുആയില് ഉൾപ്പെടുത്തുക. ലൈലത്തുൽ ഖദറിനെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാവുകളാണ് നമുക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത്, നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ആ അപാരമായ അനുഗ്രഹം നമുക്കും ലഭിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറ്റത്തെ ഗുണം ചെയ്യുന്നവൻ, എല്ലാ ഗുണത്തിന്റെയും ഉടമസ്ഥനായ, എല്ലാറ്റിന്റെയും അധിപനായ പടച്ചവൻ മാത്രമേ
അങ്ങേയറ്റത്ത് ഗുണം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അവര് മാത്രമേ അങ്ങേയറ്റത്തെ ആദരവ്, അങ്ങേയറ്റത്തെ ബഹുമാനമായ ഇബാദത്ത് നിർവഹിക്കാൻ അധികാരമുള്ളൂ. അവന് മാത്രമേ അവകാശമുള്ളൂ. ഇതാണ് സഹോദരന്മാരെ നാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് പറയുന്ന ആ തൗഹീദിന്റെ കലിമത്ത് അറിയിക്കുന്നതും ഇതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഓ നബിയേ, അങ്ങേക്ക് മുമ്പ് ഒരു റസൂലിനെയും നമ്മൾ അയച്ചിട്ടില്ല. എല്ലാ റസൂലുമാർക്കും നമ്മൾ കൊടുക്കുന്ന സന്ദേശം ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, ഫഅ്ബുദൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ തന്നെ ആരാധിക്കുകയും. ഇതിനെതിരായിരുന്നു അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, ഫിർഔൻ, നമ്രൂദ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ആളുകൾ. അവർക്ക് ഈ ആശയം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുൽ, പറയൂ നബിയേ, അഫഗൈറല്ലാഹി തഅ്മുറുനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ഓ വിവരം കെട്ടവരേ, നിങ്ങൾ അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെ ആരാധിക്കാൻ എന്നോട് കൽപ്പിക്കുകയോ? അത് അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഇനി സഹോദരന്മാരെ, ഞാനൊന്നുകൂടി പറയട്ടെ, ആ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന ശിർക്ക് അത് അല്ലാഹു അല്ലാത്തതിന് ആരാധന നിർവഹിച്ചു എന്നതാണ്. ഖുർആൻ തന്നെ പറയട്ടെ, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. ഓ നബിയെ, തങ്ങൾക്കും സന്ദേശം നൽകി, തങ്ങളെ മുമ്പുള്ള നബിമാർക്കും സന്ദേശം നൽകി, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഥവാ പടച്ചവന് മാത്രം അർഹതപ്പെട്ട ഒരു വിഷയത്തിൽ മറ്റൊന്നിനോ മറ്റൊരുത്തർക്കോ കൂറുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം മറ്റുള്ളതിന് വകവെച്ചു കൊടുത്താൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളെ പ്രവൃത്തി അങ്ങനെ തന്നെ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും. അതുകൊണ്ട് എന്ത് വേണം? ബലില്ലാഹ ഫഅ്ബുദ്, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധന നടത്തുക. വകും മിനശ് ശാകിരീൻ, നിങ്ങൾ നന്ദിയുള്ളവരിൽ ഉൾപ്പെടുക. അപ്പൊ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞപ്പോൾ അബൂജഹൽ അത് അംഗീകരിച്ചില്ല. ഖുർആൻ തന്നെ പറയട്ടെ, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുമ്പോ അതാ അബൂജഹൽ അംഗീകരിക്കുന്നില്ല, ഉത്ബത്ത് അംഗീകരിക്കുന്നില്ല, ശിർക്കന്മാർ ആരും തന്നെ അംഗീകരിക്കുന്നില്ല. അവർ അഹങ്കാരം നടിക്കുകയാണ്. വയഖൂലൂന അഇന്നാ ലതാരികു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ. ഈ പാട്ടുകാരനായ മുഹമ്മദ്, ആ മുഹമ്മദിന്റെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ദൈവങ്ങളെയൊക്കെ നമ്മൾ കൈയൊഴിക്കാനോ എന്നായിരുന്നു അവർ പ്രതികരിച്ചിരുന്നത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആശയം, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുന്ന ആശയം, അത് അംഗീകരിക്കാതിരിക്കുന്നതാണ് ശിർക്ക്. സഹോദരന്മാർ ചിന്തിക്കൂ, ഇത് ഖുർആൻ വ്യക്തമായി പറയും. ഇതുകൊണ്ട് തന്നെ ഖുർആൻ ധാരാളം ആയത്തുകളിൽ അത് തന്നെ പറയുന്നു, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ആരാധ്യനെ ആരാധിക്കാത്തവരാണ്, മറ്റൊരു ഇലാഹാണ്, മറ്റൊരു ഇലാഹിനെ, മറ്റൊരു ആരാധ്യനെ വിളിക്കാത്തവരാണ്. അവരാണ് സത്യവിശ്വാസികൾ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ. അതുപോലെ ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെ വേറൊരു ആരാധ്യനെ ആരാധിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരാരാധ്യനെ വിളിച്ചാൽ, അതിനൊരു തെളിവും ആർക്കും ഇവിടെ പറയാനില്ല. ഇവിടെ ലോകത്ത് ആരാധിക്കപ്പെടാൻ, എവിടെയും ആരാധിക്കപ്പെടാൻ അല്ലാഹുവല്ലാതെ അർഹനില്ല. ഇത് പഠിപ്പിക്കുന്ന ആയത്താണ് ഇയ്യാക നഅ്ബുദു. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നിർവഹിക്കുന്നു.